അപ്പൊ അതിനുശേഷം പിന്നെ പല പടങ്ങളും ഭരതൻ, വിജയ് ജോർജ്, ഇവരെല്ലാം ഇന്ത്യൻസാണ്. മോഹൻ, ഇവരെല്ലാം IV ശശിധരൻ, സത്യനന്ദിക്കാരൻ, സിദ്ദിഖുകാർ, ഇതൊക്കെ അത് തന്നെയാണ് അവസരം. അപ്പൊ നമ്മൾ ഓരോ 10 വർഷം കൂടിയുമ്പോഴും പുതിയൊരു കാലം പറക്കാൻ പോകും. എവരി 10 years. അപ്പൊ അതേ സമയത്ത് വരുന്ന പടങ്ങളൊക്കെ മൂല്യം തന്നെയാണ്. കഥയുടെ കാര്യത്തിൽ കൂടി ഇതിന്റെ ഈ കഥ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ലീഡിങ് ക്യാരക്ടറത്തോടെ സണ്ണിയിലാണ്. പിന്നെ കുറച്ച് ചെറുപ്പക്കാരുള്ള കുട്ടികൾ. അപ്പൊ ആ കഥക്കകത്ത് ഞാൻ എന്നോട് സ്ക്രിപ്റ്റ് ആദ്യം തന്നെ വായിച്ച് കേൾപ്പിച്ചു. അപ്പൊ അതിനകത്ത് കുറച്ച് പ്രത്യേകതകളായിട്ട് തോന്നി. അങ്ങനെ നമ്മൾ സാധാരണ ഇപ്പോൾ ഇവിടെ പല പടങ്ങളും മുൻപുള്ള പലതും കേട്ടിരിക്കുന്നത്, ഒരു സിനിമ എടുക്കുമ്പോൾ അതിനകത്ത് ഹീറോയിനും അല്ലെങ്കിൽ സെക്കൻഡ് ഹീറോയിൻ കോമഡി എന്ന ക്യാരക്ടറോളം ഇങ്ങനെയൊക്കെയുള്ള സങ്കല്പം പണ്ടൊക്കെ ഉണ്ടാകും. അതൊന്നും ഇല്ലല്ലോ. അതിന്റെ ആവശ്യമില്ല. ഹീറോ വില്ലനാവുന്നത്, വില്ലൻ ഹീറോ ആവുന്നത്, പിന്നെ ഹീറോയിൻ വില്ലനും ഒരാളാവുന്നത്, ഹീറോയിനും ഒക്കെ വില്ലത്തി നായികയാവുന്നത്. ഇങ്ങനെ അവസ്ഥയാണ് ഇപ്പോൾ നടക്കുക. അത് പബ്ലിക്കിൽ ഇപ്പോൾ അതെല്ലാം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. പിന്നെ ഈ കഥക്കുള്ള പ്രത്യേകത, മറ്റൊരു ലാംഗ്വേജിൽ നിന്ന് ഒരു ആക്ട്രസ് വരുമ്പോൾ, അതങ്ങനെ ഫേമസ് ഉള്ള ആക്ട്രസ് വരുമ്പോൾ, സാധാരണ നമ്മൾ കാണുന്ന പോലെ ഒരു നായിക പാട്ടുപാടികളൊക്കെ നായകൻ പ്രേമിക്കും. ഈ സംഭവമൊന്നും ഇതിനകത്ത് അങ്ങനെയല്ല. വിവാഹത്തിൽ അങ്ങനെ സംഭവമൊന്നുമില്ല. ഞാൻ ഇല്ല പറഞ്ഞാൽ ഞാനൊരു സംഭവം പറഞ്ഞില്ല. ബാക്കി കാര്യം പറഞ്ഞില്ല. ഇല്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ വിശ്വസിക്കണ്ട. പക്ഷേ ചില പ്രത്യേകതകളുണ്ട്, അല്ലേ? അത് പറയുന്നില്ല. യൂഷ്വൽ സാധനങ്ങളൊന്നുമില്ല, അൺയൂഷ്വൽ. അതൊക്കെ അങ്ങനെ കുറെ പ്രത്യേകതകൾ ഈ പണത്തിനകത്തുണ്ട്. തീർച്ചയായിട്ടും